ഇന്ന് മഴക്കാല മുന്നൊരുക്ക മീറ്റിംഗ് ഇന്ന് നടത്തി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ റവന്യൂ മന്ത്രിയൊക്കെ നേതൃത്വം കൊടുത്ത തിരുവനന്തപുരത്തെ മീറ്റിങ്ങിനെ തുടർന്നാണ് വയനാട് ജില്ലയിലുള്ള മീറ്റിംഗ് ഇന്ന് നടന്നത്. അതിൽ പഞ്ചായത്ത് തലത്തിൽ സമാനമായിട്ടുള്ള മീറ്റിങ്ങുകൾ അടിയന്തരമായി നടത്തി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. വീഴാറായിട്ടുള്ള മരങ്ങൾ അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ഇവിടെ സൈന്യം ഉൾപ്പെടെ എല്ലാ സംവിധാനത്തിൻ്റെയും സേവനം കൃത്യമായി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കൃത്യമായി സ്വീകരിക്കാൻ നമ്മൾ 30,000-ഓളം ആളുകളെ താമസിപ്പിക്കാനുള്ള ഒരു വലിയ അറേഞ്ച്മെൻറ്റിനു വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കുള്ള നടപടിയായി സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഫലപ്രദമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടി തന്നെ നല്ല ഏകോപനം നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് കാലാവസ്ഥയുടെ ശേഖരണവും 6 മണിക്ക് മീറ്റിങ്ങും നടത്തി അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് പറഞ്ഞത്. അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ദിവസം 2 തവണ യോഗം ഡാറ്റ കംപ്ലീറ്റ് എടുത്ത് അതിൻ്റെ മേലുള്ള നടപടികളും നിർദ്ദേശം കൊടുത്തു. ഏറ്റവും എഫക്റ്റീവായ മീറ്റിംഗ് ആയിരുന്നു. മറ്റൊന്ന്, ട്രൈബൽ വീടുകൾ ഉൾപ്പെടെ ചോർന്നൊലിക്കുന്ന വീടുകൾക്ക് ഒരു കാലഘട്ടത്തിലും നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ തവണ അവർക്ക് ടാർപോളിൻ ഷീറ്റ് ഉൾപ്പെടെ ചോർന്നൊലിക്കുന്ന വീടുകളുണ്ട്. അതിൻ്റെ പെർമനൻ്റ് പരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ ഗവൺമെൻറ് തേടും, തർക്കമില്ല. ടാർപോളിൻ ഷീറ്റ് ഉൾപ്പെടെ കൊടുക്കാനുള്ള നടപടികൾ നേരത്തെ ഞാൻ MLA ആയപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും 1 by 1 ആയി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ അവിടെ അത്തരം സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകൾ സംബന്ധിച്ചതായിരിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനം പ്രത്യേകം എടുത്തിട്ടുണ്ട്. അതെടുത്ത് ജില്ലാ കളക്ടറെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി DDMA മീറ്റിങ്ങുകളും അവിടെ കാലാവസ്ഥയുള്ള ഓരോ മുന്നറിയിപ്പ് സംവിധാനങ്ങളും എല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് പോകും. വനിതാ കർഷക വർഷമായി UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു തീമാണ്. അതനുസരിച്ച് കേരളത്തിൽ വനിതാ കർഷകരുടെ ലക്ഷങ്ങളുടെ ഒരു നീണ്ട നിര കേരളത്തിൽ വാർത്തെടുത്ത ഒരു തുടർ പ്രോസസ്സാണ്. ഒരു 1 year പ്രോസസ്സ് മാത്രമല്ല, തുടർ പ്രോസസ്സാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൺസോർഷ്യം, അവർക്ക് വേണ്ട ബാക്കപ്പ്, അവർക്ക് വേണ്ട മെക്കാനിസം എല്ലാം സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഒരു ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വനിതാ കർഷക വർഷം ഏറ്റവും നല്ല UDFൻ്റെ ആകർഷകമായ ഒരു പദ്ധതിയായി കേരളത്തിൽ ആവിഷ്കരിക്കാൻ പോകും.